അധ്യായം 2. ഗിരീഷിൻ്റെ വീട്. മഴ പെയ്ത് തോർന്ന അന്തരീക്ഷം. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. പാർവതിയും കഥാകാരിയും ഒരു ഫസീനോ സ്കൂട്ടറിൽ ഗിരീഷിൻ്റെ വീടിന് മുമ്പിലുള്ള റോഡിൽ വന്ന് നിൽക്കുന്നു. പാർവതിയാണ് സ്കൂട്ടർ ഓടിച്ചത്. കഥാകാരി സ്കൂട്ടറിൽ നിന്നിറങ്ങി നിൽക്കുന്നു. ഗിരീഷിൻ്റെ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർവതി, ദേ ആ കാണുന്നതാ വീട്. കഥാകാരി വീടിനെ ഒന്ന് നോട്ടം കൊണ്ട് നിരീക്ഷിച്ച ശേഷം പാർവതിയെ നോക്കി, താങ്ക്സ് ഡി. ഏയ് എന്താടി താങ്ക്സ് ഒക്കെ? ഫോർമാലിറ്റി കാണിക്കുവാണോ? ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈ താങ്ക്സിനും വെൽക്കത്തിനും ഒന്നും ആവശ്യമില്ല. നീ എന്തായാലും ചെന്ന് നോക്ക്. ഓക്കെ ആവുകയാണെങ്കിൽ നിൻ്റെ ഡ്രീം തന്നെ നടക്കൂലേ? കഥാകാരി ഒരു പുഞ്ചിരിയോടെ. പിന്നെ ഒരു കാര്യം കൂടി, ഇൻ കേസ് ഇനി ഇതും നടന്നില്ലെങ്കിൽ നീ ഒരു കാരണവശാലും തളരരുത്. നീ തുടക്കം തന്നെ നെഗറ്റീവ് അടിക്കുവാണോ? നെഗറ്റീവ് അല്ലടി, അമിത പ്രതീക്ഷയോടെ നമ്മൾ എന്തിനെ സമീപിച്ചാലും കാലിടറും. അതുകൊണ്ടാ പറഞ്ഞേ. സംസാരിച്ചുകൊണ്ട് പാർവതി വാച്ചിലെ സമയം നോക്കുന്നു. അയ്യോ, സമയം ഇത്രയും വൈകിയോ? അപ്പോൾ ശരി മുത്തേ, ഞാൻ പോയേക്കുവാ. നീ കഴിയുമ്പോൾ ഒന്ന് വിളിക്ക്. കഥാകാരി. അപ്പോൾ കഥാകാരി ബൈ. പാർവതി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. കഥാകാരി പതിയെ ഗിരീഷിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് നടന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു 2 നില വാർക്ക വീട്. വീടിൻ്റെ ഷെഡിൽ പഴയ മോഡൽ ഇന്നോവ കാറും പൾസർ 2020 ബൈക്കും കിടക്കുന്നുണ്ട്. വീടിന് ചുറ്റും പ്ലാവും മാവും തുടങ്ങിയ മരങ്ങളും ഉള്ളതിനാൽ മറ്റു കരിയിലകൾ അങ്ങിങ്ങായി വീണ് കിടക്കുന്നു. ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് കഥാകാരി നടന്ന് വീടിൻ്റെ മുന്നിലെത്തി നിൽക്കുന്നു. ഉള്ളിൽ അല്പം ടെൻഷനുള്ളതുകൊണ്ട് ഹാൻഡ് ബാഗിൻ്റെ വള്ളിയിൽ മുറുകെ പിടിച്ച് ഒന്ന് ശ്വാസം എടുത്തു വിട്ട ശേഷം കോളിംഗ് ബെൽ അമർത്തി. ഡോർ തുറന്ന് ഗിരീഷിൻ്റെ അമ്മ രാധ പുറത്തേക്ക് വരുന്നു. ആരാ? കഥാകാരി ചെറിയ സംശയത്തോടെ, ഇത് അസോസിയേറ്റ് ഡയറക്ടർ ഗിരീഷ് സാറിൻ്റെ വീടല്ലേ? അതേ മോളെ, മനസ്സിലാകാത്ത രീതിയിൽ ഗിരീഷിൻ്റെ അമ്മ ചോദിച്ചു. ഞാനൊരു കഥ പറയാൻ വേണ്ടി. ഗിരീഷിൻ്റെ അമ്മ പെട്ടെന്ന് എന്തോ ഓർത്തെടുത്തുകൊണ്ട്, ഓ സിനിമയുടേതാണല്ലേ? ആ അതെ. മോൾ കയറി വാ, അവൻ അകത്തുണ്ട്. അമ്മയുടെ കൂടെ കഥാകാരി വീട്ടിലേക്ക് കയറുന്നു. വീടിൻ്റെ ഹാളിലേക്ക് കയറിയ ഉടൻ, മോൾ ഇരിക്കൂ കേട്ടോ. കഥാകാരി പതിയെ പുഞ്ചിരിച്ചിട്ട് അവിടെ കിടന്ന സോഫയിലിരിക്കുന്നു. അമ്മ ഗിരീഷിനെ വിളിക്കാനായി അടുത്തുള്ള മുറിയിലേക്ക് പോയി. ഹാളിൽ 2 സോഫകൾ നേർക്കുനേർ ഇട്ടിരിക്കുന്നു. സോഫകൾക്ക് നടുവിലായി ഒരു ടീപ്പോ കിടക്കുന്നുണ്ട്. കഥാകാരി ഹാളിലെ ഇൻറ്റീരിയർ ഡിസൈൻസും ഫർണിച്ചർ വർക്ക്സും ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഗിരീഷ് അവിടേക്ക് വരുന്നു. ഒരു 35 വയസ്സ് കാണും. ഗിരീഷിനെ കണ്ടതും ബഹുമാനത്തോടെ കഥാകാരി എഴുന്നേറ്റ് നിൽക്കുന്നു. ഗിരീഷ് വലങ്കൈ ഉയർത്തിക്കൊണ്ട്, ഇരിക്കിരിക്കെ. കഥാകാരി തിരികെ ഇരിക്കുന്നു. ഗിരീഷ് എതിർവശത്തിട്ടിരിക്കുന്ന സോഫയിൽ ഇരിക്കുന്നു. സ്റ്റോറി നരേറ്റ് ചെയ്യാൻ വന്നതല്ലേ? പാർവതി വിളിച്ച് പറഞ്ഞിരുന്നു. ശ്രീലത അങ്ങനെ എന്തോ അല്ലേ പേര്? കഥാകാരി ബാഗിൽ നിന്ന് സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട്, അതെ സർ. അയ്യോ സാറെന്നൊന്നും വിളിക്കണ്ട, ഗിരീഷ് എന്ന് വിളിച്ചാൽ മതി. കഥാകാരി സ്ക്രിപ്റ്റ് ഗിരീഷിന് നേരെ നീട്ടുന്നു. സ്ക്രിപ്റ്റ് വാങ്ങിക്കൊണ്ട് ഫ്രണ്ട് പേജിലെ ടൈറ്റിൽ വായിച്ചുകൊണ്ട്, അഭി അനു ആനന്ദം. അയാൾ സ്ക്രിപ്റ്റിൻ്റെ ആദ്യ കുറച്ച് പേജുകൾ മറിച്ചു നോക്കുന്നു. ടെൻഷനോടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഥാകാരി. ഗിരീഷ് സ്ക്രിപ്റ്റ് അടച്ച് ടീപ്പോയുടെ മുകളിൽ വെച്ച ശേഷം കഥാകാരിയുടെ നേരെ നോക്കിക്കൊണ്ട്, ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാൾ നല്ലത് അത് എഴുതിയ ആൾ തന്നെ നരേറ്റ് ചെയ്യുന്നതായിരിക്കും. കഥാകാരി 2 സെക്കൻഡ് എന്തോ ആലോചിച്ച് പതിയെ ആത്മവിശ്വാസം നേടിക്കൊണ്ട്, ഓക്കെ ഞാൻ തന്നെ പറയാം. ഈ കഥ നടക്കുന്നത് 2 കാലഘട്ടങ്ങളായിട്ടാണ്. ആനന്ദ് എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്. ആദ്യ പകുതി ആനന്ദിൻ്റെ +2 കാലഘട്ടമാണ്. കഥാകാരി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ഗിരീഷ്.